കേരള സർവകലാശാലയിൽ വിവാദമായ സംസ്കൃത PhD സംബന്ധിച്ച ശുപാർശ VC സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വിട്ടു. ഗവേഷക വിദ്യാർത്ഥിക്ക് സംസ്കൃത പഠനത്തിൽ PhD അവാർഡ് ചെയ്യുന്നതിൽ വിയോജിപ്പറിയിച്ച സംസ്കൃത ഭാഷാ ഡീനിന്റെ റിപ്പോർട്ടും ഗവേഷക വിദ്യാർത്ഥി VCക്ക് നൽകിയ പരാതിയും പ്രബന്ധ പരിശോധകരുടെയും ഓപ്പൺ ഡിഫൻസ് നടത്തിയ ചെയർമാന്റെയും റിപ്പോർട്ടുമാണ് കേരള VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വിട്ടത്. PhD അവാർഡ് ചെയ്യുന്നതിന് മുൻപ് നടന്ന ഓപ്പൺ ഡിഫൻസിൽ ചെയർമാനും ഡീനും വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് സർവകലാശാല ചട്ടങ്ങളിൽ വ്യക്തതയില്ല. അതിനാൽ VCക്ക് യുക്തമായ തീരുമാനം കൈക്കൊള്ളാമെന്ന ഗവേഷണ ഡയറക്ടറുടെ കുറിപ്പും സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് VC നൽകിയിട്ടുണ്ട്. ഓപ്പൺ ഡിഫൻസ് ഹൈബ്രിഡ് മോഡിൽ റെക്കോർഡിംഗ് നടത്തിയതിന്റെ വീഡിയോ തെളിവ് ഹാജരാക്കാൻ ഓപ്പൺ ഡിഫൻസിന്റെ കൺവീനർ കൂടിയായ ഗൈഡിനോട് VC ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓപ്പൺ ഡിഫൻസ് വേദിയിൽ നടന്ന സംവാദങ്ങളിൽ സംസ്കൃത ഭാഷയിൽ ഉത്തരം പറയുവാൻ വിദ്യാർത്ഥിക്ക് പ്രാവീണ്യമില്ലെന്ന് പരാതിയുണ്ടായ സാഹചര്യത്തിലാണ് വീഡിയോ റെക്കോർഡിംഗ് ഹാജരാക്കാൻ VC ആവശ്യപ്പെട്ടത്. ഡീനും ചെയർമാനും വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയത് കൊണ്ട് സിൻഡിക്കേറ്റ് ആയിരിക്കും PhD അവാർഡ് ചെയ്യുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഓപ്പൺ ഡിഫൻസിൽ ഗവേഷക വിദ്യാർത്ഥിയുടെ പ്രകടനം തൃപ്തികരമല്ല എന്ന വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരം കേരള സർവകലാശാല മലയാള വിഭാഗത്തിൽ വീണ്ടും ഓപ്പൺ ഡിഫൻസ് നടത്തിയിരുന്നതായി സർവകലാശാല പ്രൊഫസർമാർ ചൂണ്ടിക്കാട്ടുന്നു. ഗവേഷക വിദ്യാർത്ഥി ജാതി പീഡനം അനുഭവിക്കുന്നുവെന്ന പരാതിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു VCയോട് വിശദീകരണം തേടി. വിശദീകരണം തയ്യാറാക്കാൻ VC രജിസ്ട്രാറെ ചുമതലപ്പെടുത്തി. ഡീനിനോട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഓപ്പൺ ഡിഫൻസ് വേദിയിൽ അപമര്യാദയായി പെരുമാറിയതായ പരാതിയിൽ ഗവർണറും VCയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അതിനിടെ ജാതി വിവേചനം നേരിട്ടതായ ഗവേഷക വിദ്യാർത്ഥി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡീൻ CN വിജയകുമാരിക്കെതിരെ പട്ടികജാതി സംരക്ഷണ നിയമം പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതേസമയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് അറസ്റ്റ് ഒഴിവാക്കാൻ പ്രൊഫസർ വിജയകുമാരി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ വിജയകുമാരിയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ജസ്റ്റിസ് K ബാബു ഉത്തരവിട്ടു. ജാതി വിവേചനം കാട്ടിയതായി പരാതിപ്പെട്ട ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയന് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവായിട്ടുണ്ട്. ഹർജിക്കാരിക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഹാജരായി.